ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാകിസ്ഥാനി ചിക്കൻ കറിയാണ് കേട്ടോ. ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇത്രയും എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അത്രയ്ക്ക് ഈസിയാണ്. ടേസ്റ്റ് ആണെങ്കിൽ അമേസിങ് ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ രശ്മി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ടോ. ഞാൻ ബോൺലെസ് ആണ് എടുത്തത്. ഏതായാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ബോൺ ഇല്ലാത്ത പീസ് ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് മാറ്റി വെച്ചാൽ മതി. ഒരു 3-4 കഷ്ണം എടുത്തിരുന്നാൽ മതി. ഒരു 2-3 പേർക്കൊക്കെ കഴിക്കാനുള്ള ഒരു കൊച്ചു കറിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 150 ഗ്രാം ഉണ്ടാവട്ടെ. ഇത് നമുക്കൊന്ന് ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. അത് നല്ല ചെറുതായിട്ട് നീളത്തിൽ സ്ട്രൈപ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിപ്പം ചിക്കൻ ബ്രസ്റ്റ് ഫ്രൈ ചെയ്യാൻ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ എടുത്തിട്ട് ഉണ്ടാക്കുകയാണ്. ഒത്തിരി അങ്ങ് ചെറിയ പീസൊന്നുമല്ല, നല്ല അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള പീസ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മതി. ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണൊക്കെ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം. നമുക്ക് കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി മാരിനേറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ വെക്കണമെന്നില്ല. നമുക്ക് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിക്കുന്നത് ഒലീവ് ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കളറൊന്ന് മാറി വരട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചങ്ങ് ഇളക്കി കൊടുക്കാം. ഒരുപാട് കട്ടിയുള്ള പീസല്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ്. ജിഞ്ചർ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരുമിച്ചുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തിരുന്നാലും 1.5 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ച മണമില്ലേ, അതൊന്ന് മാറി വരട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അങ്ങ് പേസ്റ്റായിട്ട് അങ്ങ് അരച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിരുന്നാലും മതി. തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാളയുടെ പകുതിയാണ്, കുറച്ച് മതി, ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച്. നമ്മളിതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ അതൊന്നും ചേർക്കുന്നില്ല. ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഒരു കറിയല്ല. പിന്നെ അത് മാത്രമല്ല സവാളയും പച്ചമുളകൊന്നും വഴറ്റി അങ്ങനെയൊന്നും എടുക്കുന്നില്ല. ഇതെല്ലാം ഈ സമയത്താണ് ഇടുന്നത്. ഇട്ടിട്ട് ഇതിൽ കിടന്നൊന്ന് അത് വഴന്ന് വരട്ടെ. അവിടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആക്കി എടുക്കുകയാണ്. ആ സമയത്ത് ഞാൻ കുറച്ച് ജീരകം വെച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ചൂടാക്കുന്നത്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അത് തണുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. സവാളയൊക്കെ നന്നായിട്ടെല്ലാം ഒന്ന് വഴന്നങ്ങ് പോയിട്ടുണ്ട്. അതിൻ്റെ ചിക്കൻ്റെ ചെറുതായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് അവിടെയൊക്കെ. അത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇനി 1/4 ടീസ്പൂൺ തന്നെ നമ്മുടെ ജീരകം വറുത്ത് പൊടിച്ചതില്ലേ, അതാണ്. നമുക്കതെല്ലാം കൂടി ഒന്ന് ഇളക്കാം. ആ പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പശുവും പാലാണ്. ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് തിളച്ച് വരട്ടെ. തീ ഒന്നും ഒരിക്കലും കുറയ്ക്കുന്നില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് സ്വീഡനിലുണ്ട്. അവളുടെ പാകിസ്ഥാനി ഫ്രണ്ട് കൊടുത്ത റെസിപ്പിയാണ് കേട്ടോ. അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചിയുടെ പേരുള്ള ഒരു ചിക്കൻ കറി ഉണ്ട്, അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം, അത് ഉണ്ടാക്കി നോക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ധന്യ പറഞ്ഞിട്ടുണ്ടാക്കിയ ഒരു റെസിപ്പിയാണത്. നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല, പക്ഷെ ഉണ്ടെങ്കിലാണ് ആ ഒരു ടേസ്റ്റ്. ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രീമി ടേസ്റ്റാണ്. അപ്പോൾ ചേർക്കുന്നതാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാലിൻ്റെ പാടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ഫ്രിഡ്ജിൽ, 2 ടേബിൾ സ്പൂണൊക്കെ എടുത്ത് വെച്ചതുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ശകലം പാലും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അങ്ങ് അരയ്ക്കുക. അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഉപ്പ് നോക്കി, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. ഇത് അവർ കറാച്ചി മസാലയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മളെടുത്ത് കറാച്ചി മസാലയൊന്നുമില്ല. ഉള്ളവർ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ ചിക്കൂസ്റ്റൈൻ വെർഷൻ ഓഫ് രശ്മി ചിക്കനാണ്. അതിന് വേണ്ടിയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ആഡ് ചെയ്യുന്നത്. അതിലേക്കൊരു 3 കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയുടെ പകുതിയില്ല, ഒരു ചെറിയൊരു കഷ്ണമാണ് മാത്രം ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കസൂരി മേത്തി ഇടുന്നുണ്ട്. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതൊന്ന് പൊടിച്ചിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ രശ്മിയുടെ ചിക്കൂസ്റ്റൈൻ വേർഷൻ ഓഫ് രശ്മി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എളുപ്പം കഴിഞ്ഞില്ലേ? എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്. ഇനിയിപ്പം ഗ്രേവി പോരാ എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊന്നും ചേർക്കില്ലേ. ഈ ഒരു വൈറ്റ് കളറിൽ വേണം ഇരിക്കാനായിട്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ഈ ഒരു റെസിപ്പിയുടെ തന്നെ. നെയ്യാണ് കേട്ടോ ചേർക്കുന്നത്. അവസാനം നല്ലപോലെ നെയ്യ് കോരി ഒഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ, പേരിന് മാത്രം. നമ്മളിപ്പോൾ ഡയറ്റിംഗ് ഒക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം.
അവരൊക്കെ ഒരുപാട് നെയ്യ് ഒഴിക്കും. നെയ്യ് അങ്ങ് ഉരുക്കിയിട്ട് അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് മുകളിൽ നെയ്യ് അങ്ങനെ കിടക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ വേണ്ട, നമുക്ക് ഇത്രയും മതി. നമുക്കത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. ഒരു പ്രത്യേക സ്മെല്ലൊക്കെയാണ്. കുറച്ച് 2-3 കഷ്ണം തക്കാളിയും കുറച്ച് കസൂരി മേത്തിയൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രശ്മി ചിക്കനാണ്. ഈ ഒരു ചിക്കൻ കറി നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനും ഗീ റൈസിനും ഒക്കെ കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. നമ്മൾ തേങ്ങാപ്പാലൊന്നുമല്ല ഒഴിച്ചത്, പശുമ്പാലാണ് ഒഴിച്ചത്. എന്നാലും അവർ നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. ക്രീമൊക്കെ നല്ലോണം ഇടുകയാണെങ്കിൽ കുറേ കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഞാൻ പിന്നെ ഡയറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു അളവിൽ ഒതുക്കിയത്. അപ്പം ഇഫ്താറിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കിയില്ലേ, അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. Bye.